Good morning all. Welcome to the Daily News Desk of Dakshina Learnings. Dakshina Learningsിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യത്തെ ന്യൂസ് തന്നെ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് നോക്കുവാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു രസകരമായ അതേ സമയം തന്നെ വളരെ വിവാദകരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? താരിഫ് എന്ന് പറഞ്ഞ വാക്കാണ് ഡിക്ഷണറിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ എക്കണോമിക്കൽ എക്സ്പേർട്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രംപിന്റെ ഈ ഒരു എക്കണോമിക് പോളിസിയെ ടോട്ടലി എന്തെന്ന് വിളിക്കുന്നുണ്ട്? ട്രംപോണോമിക്സ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രംപോണോമിക്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ബാക്കി ഈ താരിഫ്, അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ടേംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ന്യൂസിന്റെ ബേസിസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുവാണെങ്കിൽ ട്രംപോണോമിക്സ് ഡിസേർവ്സ് ടു ബി ടേക്കൺ സീരിയസ്ലി. അപ്പം ഈ ട്രംപോണോമിക്സ് എന്നുള്ള കൺസെപ്റ്റിന്റെ ഏറ്റവും കോർ എന്താണെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ട്രംപിന്റെ എക്കണോമിക് പോളിസിയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ട്രംപ്സ് എക്കണോമിക് പോളിസി ടേംഡ് ട്രംപോണോമിക്സ് ഈസ് ബിൽറ്റ് ഓൺ താരിഫ്സ്, ടാക്സ് കട്ട്സ്, ഡീറെഗുലേഷൻ ആൻഡ് എനർജി ഇൻഡിപെൻഡൻസ്. ഈ ട്രംപോണോമിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 കീ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? താരിഫ്, ടാക്സ് കട്ട്, ഡീറെഗുലേഷൻ ആൻഡ് എനർജി ഇൻഡിപെൻഡൻസ്. Tariffs aim to revive US manufacturing, reduce trade deficits and ensure national security. ഇനി എക്കണോമിക് ലോജിക് ആൻഡ് ക്രിറ്റിസിസം നമ്മൾ നോക്കുകയാണെങ്കിൽ താരിഫ്സ് ആർ ജസ്റ്റിഫൈഡ് ബൈ ട്രംപ് ആസ് എ ടൂൾ ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ്, എസ്പെഷ്യലി ഫ്രം ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ അൺഫെയർ ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ചൈനയുടെ ട്രേഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു താരിഫ് എന്നുള്ള ടൂള് ട്രംപ് യൂസ് ചെയ്യുന്നത്. Okay, critics argue there is consumer cost and inflation, but Trump's team claims currency offset mitigates this impact. In a geopolitical structural shift നോക്കുവാണെങ്കിലും Trumponomics marks a shift from free trade to economic nationalism, challenging the global trade system. This reflects a broader trend of protectionism and has implications for global economic ഗവേണൻസ്. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കണം. ഒന്നാമത് നമ്മൾ താരിഫ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. താരിഫ് എന്താണ്? ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓർ സർവീസസ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താരിഫ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്, പൊട്ടൻഷ്യലി റേസിംഗ് പ്രൈസസ് ഫോർ കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ്സസ്. ആക്ച്വലി എന്ത് സംഭവിക്കും? താരിഫ് റേറ്റ് കൂട്ടുവാണെങ്കിൽ, ഇപ്പം ആ ഒരു കൺട്രി വീണ്ടും താരിഫ് റേറ്റ് കൂട്ടിയതിന് ശേഷം ഇമ്പോർട്ട് നടത്തുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കൺട്രിയിൽ തന്നെ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ ഈ 2 കൺട്രീസ് തമ്മിൽ ഉണ്ടാവുന്ന ഈ ഒരു ട്രേഡ് വാറൊക്കെ എന്തിലേക്ക് നയിക്കും? ഒരു വേൾഡ് എക്കോണമിയുടെ ഒരു പതനത്തിലേക്ക് അല്ലെങ്കിൽ വേൾഡ് എക്കോണമിയുടെ ഡിസ്റപ്ഷനിലേക്ക് നയിക്കും. ഇനി ട്രേഡ് ഡെഫിസിറ്റ് എന്താണ്? occurs when a country's imports exceeds its export over a specific period. ഇതിനെയാണ് നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പ്രൊട്ടക്ഷനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പോളിസീസ് ദാറ്റ് എയിം ടു റെസ്ട്രിക്ട് ഇന്റർനാഷണൽ ട്രേഡ് ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. അതിന് യൂസ് ചെയ്യുന്ന കോമൺ ടൂൾസ് ആണ് താരിഫ്സ്, അതുപോലെ തന്നെ കോട്ടാസ്, പിന്നെ സബ്സിഡീസ് ടു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്, അതായത് സ്ട്രിംജന്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി കറൻസി ഓഫ്സെറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ആക്ഷൻ ടേക്കൺ to counter react the impact of currency fluctuations on trade balances. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ a country whose currency appreciates might see its export become more expensive. It could try to offset this by lowering export prices or providing subsidies. എക്സ്പോർട്ട് പ്രൈസസ് കുറയ്ക്കും, അതുപോലെ തന്നെ എന്ത് ചെയ്യും? സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു സെറ്റപ്പിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറൻസി ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള മറ്റു കുറച്ച് പോയിന്റ്സ് ആണ് ഇതൊക്കെ. എക്കണോമിക് ടേംസ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ഇൻ UPSC പ്രിലിംസ്, അതായത് പ്രിലിംസ് എക്സാമിന് നോർമലി ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് എക്കണോമിക് ടേംസ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന് GDP എന്താണ്? ടോട്ടൽ മോണിറ്ററി ഓർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രീസ് ബോർഡേഴ്സ് ഇൻ എ സ്പെസിഫിക് ടൈം പീരീഡ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ റേറ്റ് അറ്റ് വിച്ച് ദ ജനറൽ ലെവൽ ഓഫ് പ്രൈസസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈ റൈസിംഗ് ആൻഡ് കോൺസിക്വന്റ്ലി ദ പർച്ചേസിംഗ് പവർ ഓഫ് കറൻസി ഈസ് falling. അടുത്ത ഫിസ്ക്കൽ പോളിസിയാണ്. ഗവൺമെന്റ് യൂസ് ഓഫ് സ്പെൻഡിങ് ആൻഡ് ടാക്സേഷൻ ടു ഇൻഫ്ലുവൻസ് ദ എക്കോണമി. മോണിറ്ററി പോളിസി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ഷൻസ് അണ്ടർടേക്കൺ ബൈ എ സെൻട്രൽ ബാങ്ക് ടു മാനിപ്പുലേറ്റ് ദ മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ് കണ്ടീഷൻസ് ടു സ്റ്റിമുലേറ്റ് ഓർ റെസ്ട്രെയിൻ എക്കണോമിക് ആക്ടിവിറ്റി. ബാലൻസ് ഓഫ് പേയ്മെന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ മെയ്ഡ് ബിറ്റ്വീൻ എൻറ്റിറ്റീസ് ഇൻ വൺ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഓവർ എ ഡിഫൈൻഡ് പീരിയഡ്.
Sustainable development, development that meets the needs of the present without compromising the ability of future generations. Inclusive growth എന്ന് നോക്കുകയാണെങ്കിൽ economic growth that creates opportunities for all segments of the population and distributes the benefits of increased prosperity equitably. ഇനി ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളതാണ് GS2IR ഇമ്പാക്ട് ഓഫ് US ട്രേഡ് പോളിസി ഓൺ ഗ്ലോബൽ ഓർഡർ ആൻഡ് ഇന്ത്യ. GS3 എക്കോണമിയിൽ ഗ്ലോബലൈസേഷൻ വേഴ്സസ് പ്രൊട്ടക്ഷനിസം ഡിബേറ്റ്, ട്രംപോണോമിക്സ് വേഴ്സസ് എക്കണോമിക് എഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തൊരു കൺസെപ്റ്റ്, അടുത്ത ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ AI കുറിച്ചിട്ടുള്ള ന്യൂസാണ്. AI ഇപ്പം എന്ത് ചെയ്യുന്നത്, നമ്മൾ വേരിയസ് ഫീൽഡ്സിൽ AI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആംസ് ആൻഡ് അമ്യൂണിഷൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് AI കൊണ്ടുവരുമ്പോഴത്തേക്കുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഫ്ലോഡ് ന്യൂക്ലിയർ അനലോഗി എന്നാണ് പറയുന്നത്. ദിസ് ആർട്ടിക്കിൾ ക്രിട്ടിക്സ് റീസെന്റ് പേപ്പർ കമ്പയറിംഗ് AI with nuclear weapons using concepts like mutual assured AI malfunctions, arguing it's misleading and dangerous due to the diffuse decentralized nature of AI development compared to nuclear arms. ഇനി proposals like preemptively sabotaging rogue AI projects or controlling AI chip distribution are deemed impractical and potentially escalatory, ignoring AI's complexity and private sector dominance. ഇനി ബെറ്റർ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നാലല്ലാതെ നമ്മൾ ഈ AI എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല. കറക്റ്റ് ഒരു ആംപിൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ഡിഫൻസ് സെക്ടറിലാണെങ്കിലും മറ്റ് ആംസ് ആൻഡ് അമ്യൂണിഷൻസിന്റെ സെക്ടറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദിസ് ആർട്ടിക്കിൾ കോൾസ് ഫോർ മോർ nuanced and realistic strategic scholarship on AI, suggesting that current analogies are insufficient and misleading. AI should be studied as a general purpose technology rather than a weapon of mass destruction. അതായത് AI നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വെപ്പൺ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ അതിനെ നമ്മൾ ഒരു വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി ഈ ആർട്ടിക്കിളിന്റെ പെർസ്പെക്റ്റീവിൽ പ്രിലിംസിന് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമത്തെയാണത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, അതായത് AGI എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ടൈപ്പ് ഓഫ് AI വിത്ത് ഇന്റലക്ച്വൽ capability equivalent to or distinguishable from that of a human across a wide range of cognitive tasks, often referred to as strong AI or human level AI. അതായത് മനുഷ്യർക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, AI യൂസ് ചെയ്യുവാണ് പല മേഖലകളിലും. ഈ ഒരു AI നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോങ് AI അല്ലെങ്കിൽ ഹ്യൂമൻ ലെവൽ AI. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ എബിലിറ്റി ടു റീസൺ, ലേൺ, പ്ലാൻ, സോൾവ് പസിൽസ്, മേക്ക് ജഡ്ജ്മെന്റ്സ് അണ്ടർ അൺസർട്ടനിറ്റി, റെപ്രസെന്റ് നോളജ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻ നാച്ചുറൽ ലാംഗ്വേജ് അക്രോസ് ഡൈവേഴ്സ് ഡൊമൈൻസ്. ഇനി ഇതിന്റെ കറന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ലാർജ്ലി തിയററ്റിക്കലാണ്. ഇതുവരെ ഒരു പ്രാക്ടിക്കൽ ഓൺ ഫീൽഡ് ഗ്രൗണ്ട് ഫീൽഡ് എക്സ്പീരിയൻസിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. വിത്ത് ഡിബേറ്റ്സ് ഓൺ ഗോയിങ് അബൌട്ട് ഇറ്റ്സ് ഫീസിബിലിറ്റി ആൻഡ് ടൈം ലൈൻ. കറന്റ് AI systems are considered narrow AI, excelling in specific task. ഇനി അടുത്തതാണ് മ്യൂച്വലി അഷ്വേർഡ് AI മാൽഫങ്ഷൻ. അതായത് എ പ്രൊപ്പോസ്ഡ് കൺസെപ്റ്റ് ആണ് ഡ്രോയിങ് ആൻഡ് അനലോഗി ടു ന്യൂക്ലിയർ മ്യൂച്വലി അഷ്വേർഡ് destruction, suggesting that leading AI states could deter each other from aggressive pursuit of unilateral AI dominance through the threat of preventive sabotage of rivals AI programs. ഇതാണ് ഈ ഒരു മ്യൂച്വലി അഷ്യൂർഡ് AI മാൽഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എമർജിംഗ് ടെക്നോളജി ടെർമിനോളജി, ജനറേറ്റീവ് AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ ടൈപ്പ് ഓഫ് AI model that can generate new data instances that resemble the training data such as text, images, audio and code. ഇനി മെഷീൻ ലേണിംഗ് എന്താണ്? A subset of AI that enables systems to learn from data without being explicitly programmed. In deep learning എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a type of machine learning that uses artificial neural networks with multiple layers to analyze complex data patterns. ഫിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇനി നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് എന്ത്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ്വർക്ക് ഓഫ് ഫിസിക്കൽ ഒബ്ജക്ട്സ് embedded with sensors, softwares and other technologies that enable them to collect and exchange data. ഇനി ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി ദാറ്റ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് അക്രോസ് മെനി കമ്പ്യൂട്ടേഴ്സ്, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഓൾട്ടർ പാസ്റ്റ് റെക്കോർഡ്സ് വിത്തൗട്ട് കൺസെൻസസ്. അടുത്ത മെറ്റാവേഴ്സ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇമ്മേഴ്സീവ് വിർച്വൽ വേൾഡ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ത്രൂ വേരിയസ് ഡിവൈസസ്, ബ്ലെൻഡിങ് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഗെയിമിംഗ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി ആൻഡ് ക്രിപ്റ്റോ കറൻസീസ്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് ഈ ന്യൂസുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നോക്കാനുള്ള എന്തൊക്കെയാണ്? GS2 ഇന്റർനാഷണൽ റിലേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റേണൽ സെക്യൂരിറ്റിയിൽ പോളിസി ചലഞ്ചസ് വിത്ത് എമർജിംഗ് ടെക് ലൈക്ക് AI, അതുപോലെ സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആൻഡ് സ്ട്രാറ്റജിക് പ്രിപ്പയർനെസ് ഫ്രെയിംവർക്സ്, ഗ്ലോബൽ ടെക് ഗവേണൻസ്, എത്തിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് AI ആംസ് റേസ്, അതുപോലെ തന്നെ റോൾ ഓഫ് പ്രൈവറ്റ് വേഴ്സസ് പബ്ലിക് സെക്ടർ ഇൻ ഇന്റർനാഷണൽ സെക്യൂരിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്
മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. അടുത്ത ന്യൂസ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡയർ വോൾഫിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അമേരിക്കയിലെ കൊളോസൽ ബയോസയൻസസ് എന്ന് പറഞ്ഞ ലബോറട്ടറി വീണ്ടും പുനർജീവിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസാണ്. നോ ട്രൂ എക്സ്റ്റിങ്ഷൻ. Colossal Biosciences edited grey wolf DNA to mimic the appearance of extinct dire wolves, but with only cosmetic changes. The new pups are not genetically or archaeologically identical to the real dire wolves. അതായത് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലേക്ക് കണ്ടിട്ടുണ്ട് ഡയർ വൂൾഫുകൾ, വലിയ വലിയ ചെന്നായ്ക്കളാണ്. അതുപോലെയല്ല, ബട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ചെറുതായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേ വൂൾഫ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ ഈ കൊളോസൽ ബയോസയൻസസ് ലബോറട്ടറിയിലെ ഡോക്ടേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അതാണ് ന്യൂസ് പറയുന്നത്. അടുത്തതാണ് കോൺട്രവേഴ്സ്യൽ ആൻഡ് റിസ്കി. റീഇൻട്രൊഡ്യൂസിംഗ് എക്സ്റ്റിൻക്ട് സ്പീഷീസ് ലൈക്ക് ഡയർ വൂൾസ് ഇൻടു ഡ്രാസ്റ്റിക്കലി ചേഞ്ച്ഡ് മോഡേൺ എക്കോസിസ്റ്റംസ് could disrupt current ecological balances and is considered scientifically and ethically impractical. കൺസർവേഷൻ കൺസേൺസ് കൊണ്ട് എന്തൊക്കെയാണ്, മിസ്ലീഡിംഗ് ഡി എക്സ്റ്റിങ്ഷൻ ക്ലെയിംസ് മേ ഷിഫ്റ്റ് ഫോക്കസ് ഫ്രം പ്രൊട്ടക്ടിംഗ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ടു സ്പെക്കുലേറ്റീവ് ജനറ്റിക് എക്സ്പെരിമെന്റ്സ്, പൊട്ടൻഷ്യലി വീക്കനിങ് ജെനുവിൻ കൺസർവേഷൻ എഫോർട്സ് ആൻഡ് എൻവയോൺമെന്റൽ ലോസ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഡി എക്സ്റ്റിങ്ഷൻ എന്താണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് ആൻ ഓർഗാനിസം ദാറ്റ് റിസംബിൾസ് ആൻഡ് ഈസ് ജനറ്റിക്കലി സിമിലർ ടു ആൻ എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്, ഓഫൺ ത്രൂ ബയോടെക്നോളജി ലൈക്ക് ക്ലോണിംഗ്, ജിനോം എഡിറ്റിംഗ് ഓർ ബാക്ക് ബ്രീഡിംഗ്. ഇനി ഇതിന്റെ ഗോൾ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ടു പൊട്ടൻഷ്യലി റിസ്റ്റോർ ലോസ്റ്റ് എക്കോസിസ്റ്റംസ് ഫങ്ഷൻസ് ആൻഡ് എൻഹാൻസ് ബയോഡൈവേഴ്സിറ്റി. എത്തിക്കലി ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കൺസേൺസ് ഉണ്ട്. എക്കോസിസ്റ്റം ഡിസ്റപ്ഷൻ, ആനിമൽ വെൽഫെയർ, ഹൈ കോസ്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഡൈവേർഷൻ ഓഫ് റിസോഴ്സസ് ഫ്രം കൺസർവിംഗ് എക്സ്റ്റെന്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇനി ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസംസ് DNA യൂസിംഗ് ലബോറട്ടറി ബേസ്ഡ് ടെക്നോളജീസ് ടു ആൾട്ടർ ഇറ്റ്സ് characteristics. This can involve modifying a single base pair, deleting DNA region or inserting new segments. ഇതിനെയൊക്കെയാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി ബയോഡൈവേഴ്സിറ്റി എന്താണ്? ദ വെറൈറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത് at all its levels, encompassing genetic diversity within species diversity, ecosystem diversity. ഇനി ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എക്കോസിസ്റ്റം ഫംഗ്ഷനിങ്, പ്രൊവൈഡിംഗ് ക്രൂഷ്യൽ സർവീസസ് ലൈക്ക് clean air and water, pollination, climate regulation and food security. High biodiversity enhances ecosystems resilience to disturbances. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്. GS പേപ്പർ 3 കൺസർവേഷൻ എത്തിക്സ്, ഇമ്പാക്ട് ഓഫ് ബയോടെക്നോളജി ഓൺ എക്കോളജി ആൻഡ് ചലഞ്ചസ് ഓഫ് റീവൈൽഡിംഗ് എക്സ്റ്റിൻക്ട് സ്പീഷീസ്. അതുപോലെ തന്നെ റോൾ ഓഫ് പ്രൈവറ്റ് ബയോടെക് ഇൻ ഷേപ്പിംഗ് കൺസർവേഷൻ നെറേറ്റീവ്സ് ആൻഡ് പോളിസി ഡിബേറ്റ്സ്. അടുത്ത ന്യൂസ് എന്താണ്, ഹൗ ക്യാൻ V2G ടെക്നോളജി ഹെൽപ്പ് ഇന്ത്യാസ് പവർ സെക്ടർ. ഇതെന്താണ്, നമ്മുടെ പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. എസ്പെഷ്യലി കേരളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കേരളാസ് V2G പൈലറ്റ് പ്രൊജക്ട്. KSCB ആൻഡ് IIT Bombay launched a pilot to test vehicle to grid V2G technology, enabling electric vehicles to supply power back to the grid and function and distributed energy storage units. ഇതിലെന്താണ്, ഗ്ലോബൽ വേഴ്സസ് ഇന്ത്യൻ സെനറിയോ. ഇന്ത്യൻ സെനറിയോയിലും ഗ്ലോബൽ സെനറിയോയിലും ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിന് അതുപോലെ ചാർജിങ് മെക്കാനിസം എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഒരു കൺട്രോളായിട്ട് ഇവിടെ നിൽക്കുന്നത്. While V2G is gaining ground in countries like the US, UK and Netherlands with incentives and market integrations, India's V2G adoption is nascent. പുതിയതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു V2G ടെക്നോളജി കൊണ്ടുവരുന്നത്. ഫേസിംഗ് റെഗുലേറ്ററി ആൻഡ് ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ചലഞ്ചസ്. ഇനി പൊട്ടൻഷ്യൽ ഫോർ ഗ്രിഡ് സപ്പോർട്ട് ഇൻ കേരള. With rising EV use and rooftop solar in Kerala, V2G could help balance evening peak demand by utilize idle EVs, especially when solar output drops. കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളം എന്താണ്, ഇലക്ട്രിസിറ്റി വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു സ്റ്റേറ്റ് ആണ്. സോ ഈ ഒരു V2G ടെക്നോളജി കൊണ്ടുവരുവാണെങ്കിൽ അത് കേരളത്തിന്റെ ഈ ഒരു ഇലക്ട്രിക്കൽ നീഡ്സിനെയൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള മറ്റ് കീവേഡ്സ് ആണ് എന്ത്, വെഹിക്കിൾ ടു ഗ്രിഡ്. എന്താണ് വെഹിക്കിൾ ടു ഗ്രിഡ്? എ സിസ്റ്റം ദാറ്റ് അലോട്ട്സ് electric vehicles to not only draw power from the grid to charge their batteries but also to send power back to the grid from their batteries. ഇനി സ്മാർട്ട് ഗ്രിഡ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ മോഡേണൈസ്ഡ് ഇലക്ട്രിക്കൽ ഗ്രിഡ് ദാറ്റ് യൂസസ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി ടു ഡിറ്റക്ട് ആൻഡ് റിയാക്ട് ടു ലോക്കൽ ചേഞ്ചസ് ഇൻ യൂസേജ്. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് അഡ്വാൻസ്ഡ് സെൻസേഴ്സ്, കൺട്രോൾസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി, reliability, security and sustainability of the electricity supply. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി സ്റ്റോറേജ് അല്ലെങ്കിൽ DES എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ടിപ്പിക്കലി ബാറ്ററീസ് ആണ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ പോയിന്റ് ഓഫ് എനർജി കൺസംഷൻ ഓർ ജനറേഷൻ റാദർ ദാൻ ഇൻ സെൻട്രലൈസ്ഡ് പവർ പ്ലാന്റ്സ്. ദിസ് ക്യാൻ ഇൻക്ലൂഡ് റെസിഡൻഷ്യൽ ബാറ്ററി സിസ്റ്റംസ്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റോറേജ് ആൻഡ് കമ്മ്യൂണിറ്റി സ്കെയിൽ സ്റ്റോറേജ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടൈമാണെന്ത്, റിവേഴ്സ് ചാർജിങ്.
ഈ ഒരു ഇ വി എസിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ റിവേഴ്സ് ചാർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു V2L, vehicle to load, or V2H, vehicle to home capabilities, where EV can power appliances, tools, or even an entire house. While related to V2G, it doesn't necessarily involve sending power back to the main electricity grid. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് GS3 എൻവയോൺമെന്റ് ആൻഡ് എനർജിയിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? എനർജി സെക്യൂരിറ്റി, climate change mitigation, decentralized renewable energy, and sustainable urban transport. ഇനി challenges in India's electricity market structure and need for regulatory reforms for clean energy adoption. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. മറ്റൊരു ന്യൂസിലേക്ക് നമുക്ക് പോകാം. എൻവയോൺമെന്റ് മിനിസ്ട്രി മസ്റ്റ് റോൾ ബാക്ക് ഓർഡർ ഓൺ desulfurizing coal plants. ന്യൂസ് നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ coal to rollback universal FGD mandate. A study commissioned by principal scientific advisor recommends revoking the 2015 mandate requiring all 537 coal plants to install flue gas desulfurization. അതാണ് നമ്മൾ FGD കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ്സ്. സജസ്റ്റിംഗ് ഇറ്റ് ഷുഡ് ഓൺലി അപ്ലൈ ടു പ്ലാന്റ്സ് യൂസിങ് ഹൈ സൾഫർ ഓർ ഇമ്പോർട്ടഡ് കോൾ. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്? ലോ SO2 റിസ്ക് ഇൻ ഇന്ത്യൻ കണ്ടക്സ്റ്റ് വിത്ത് 92% ഓഫ് ഇന്ത്യൻ കോൾ ബീങ് ലോ സൾഫർ ആൻഡ് toll emission stocks. The study finds SO2 emissions are not a significant threat to local air quality or acid rain in India, as supported by recent IIT Delhi findings. ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ കോസ്റ്റ് ആണ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ട്രേഡ് ഓഫ്സും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Universal FGD installation would raise CO2 emissions by 69 million tons and consume more water and power, while only reducing SO2 by 17 million tons, posing economic and climate efficiency concerns. ഇനി ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമതായിട്ട് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ. എന്താണ് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ? ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ടെക്നോളജീസ് യൂസ് ടു റിമൂവ് സൾഫർ ഡയോക്സൈഡ് ഫ്രം ദ എക്സോസ്റ്റ് ഫ്ലൂ ഗ്യാസസ് ഓഫ് ഫോസിൽ ഫ്യൂൽ പവർ പ്ലാന്റ്സ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്. ഇതിന്റെ മെക്കാനിസം നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി ഇൻവോൾവ്സ് റിയാക്ടിങ് SO2 വിത്ത് ആൻ ആൽക്കലൈൻ സോർബന്റ്. എക്സാമ്പിൾ എന്താണ്? ലൈം സ്റ്റോണോ ലൈമോ സീ വാട്ടറോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? അതിനെ റിയാക്ട് ചെയ്യിപ്പിക്കും ടു പ്രൊഡ്യൂസ് എ ലെസ് ഹാംഫുൾ സോളിഡ് വേസ്റ്റ് പ്രൊഡക്റ്റ് ലൈക്ക് ജിപ്സം. ഇനി സൾഫർ ഡയോക്സൈഡ് എന്താണെന്ന് നോക്കാം. എ കളർലെസ് reactive gas with a strong pungent odor, primarily released from the burning of fossil fuels, especially coal and oil and volcanic eruptions. Acid rain എന്താണ് നോക്കുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് precipitation ആണ്. Rain, snow, sleet, fog, or even dry deposition with acidic components, mainly sulfuric and nitric acids, formed from the reaction of SO2 and nitrogen oxides with water, oxygen, and other chemicals in the atmosphere. ഇനി coal based energy എന്താണ്? Coal is burned in power plants to heat water, producing high pressure steam that drives turbines connected to generator, thus producing electricity. ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി മേജർ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ജനറേഷൻ ഗ്ലോബലി നടക്കുന്നുണ്ട് വിത്ത് ലാർജ് റിസോഴ്സ് അവൈലബിൾ ഇൻ മെനി countries. In environmental concerns നോക്കുകയാണെങ്കിൽ significant contributor to air pollution including SO2, NOx and particulate matter, greenhouse gas emissions and acid rain, raising concerns about climate change and public health. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 പൊല്യൂഷൻ കൺട്രോൾ വേഴ്സസ് ക്ലൈമറ്റ് ട്രേഡ് ഓഫ്സ്, അതുപോലെ തന്നെ എനർജി പോളിസി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, റോൾ ഓഫ് ടെക്നോളജി ഇൻ എൻവയോൺമെന്റൽ റെഗുലേഷൻസ്, അതുപോലെ തന്നെ ഡിബേറ്റ് ഓൺ കോസ്റ്റ് എഫക്റ്റീവ് എൻവയോൺമെന്റൽ റെഗുലേഷൻ ആൻഡ് കണ്ടക്സ്റ്റ് സ്പെസിഫിക് പൊല്യൂഷൻ കൺട്രോൾ നോംസ് ഇൻ ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ന്യൂസ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ആ ടെലസ്കോപ്പ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സയന്റിസ്റ്റ് ഇപ്പോൾ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. സയന്റിസ്റ്റ് യൂസിങ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഫൈൻഡ് സ്ട്രോങ്ങസ്റ്റ് സൈൻ ഓഫ് ലൈൻ ഓൺ ഏലിയൻ പ്ലാനറ്റ്. ഒരു ഏലിയൻ പ്ലാനറ്റിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? സയന്റിസ്റ്റുകൾ ഒരു സ്ട്രോങ്ങസ്റ്റ് സൈൻ ഓഫ് ലൈഫ് ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. പോസിബിൾ ബയോ സിഗ്നേച്ചേഴ്സ് ഡിറ്റക്റ്റഡ് യൂസിങ് ദ ജെയിംസ് വെബ് ടെലസ്കോപ്പ്. സയന്റിസ്റ്റ് എന്താണ്? ഡൈമീഥൈൽ സൾഫൈഡിന്റെ ഒരു പ്രസൻസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈമീഥൈൽ ഡൈസൾഫൈഡിന്റെയും ഗ്യാസസ് ഓൺ എർത്ത് പ്രൊഡ്യൂസ്ഡ് ഓൺ ഓൺലി ബൈ ലിവിംഗ് ഓർഗാനിസം ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് എക്സോ പ്ലാനറ്റ് K2-18b. പൊട്ടൻഷ്യൽ ഫോർ മൈക്രോബിയൽ ലൈഫ് അവിടെ കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ദീസ് ഗ്യാസസ് ഹിന്റ് അറ്റ് ദ പോസിബിൾ പ്രസൻസ് ഓഫ് മൈക്രോബിയൽ ലൈഫ് ത്രൂ റിസർച്ചേഴ്സ് എംഫസിസ് ഇറ്റ്സ് ബയോസിഗ്നേച്ചേഴ്സ്. നോ ഡയറക്റ്റ് എവിഡൻസ് ഓഫ് ഫയർ ആൻഡ് ഫർദർ വാലിഡേഷൻ ഈസ് നീഡഡ്. ബ്രേക്ക് ത്രൂ ഇൻ ആസ്ട്രോബയോളജി ആയിട്ടാണ് ഇത് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്ട്രോങ് സൈൻ ഓഫ് habitability beyond our solar systems, marking a major leap in observational astrobiology and the capability of modern telescopes to detect
സയൻസ് ഓഫ് ലൈഫ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ആണ്, JWST എന്ന് പറയും. ലോഞ്ച്ഡ് ഇൻ December 2021. ഇറ്റ്സ് എ സക്സസർ ടു ദ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്, പ്രൈമർലി ഒബ്സർവിംഗ് ഇൻ ദ ഇൻഫ്രാറെഡ് സ്പെക്ട്രം. ഇതിന്റെ കീ മിഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റഡിയിങ് എവറി ഫേസ് ഓഫ് യൂണിവേഴ്സ് ഹിസ്റ്ററി ഫ്രം ദ ഫസ്റ്റ് ലൂമിനസ് ഗ്ലോസ് ആഫ്റ്റർ ദ ബിഗ് ബാങ് ടു ദ ഫോർമേഷൻ ഓഫ് സോളാർ സിസ്റ്റംസ് ആൻഡ് ദ എവല്യൂഷൻ ഓഫ് അവർ ഓൺ. ഇതിന്റെ ലൊക്കേഷൻ ആൻഡ് കേപ്പബിലിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർബിറ്റ്സ് ദ സൺ അറ്റ് ദ സെക്കൻഡ് ലാഗ്രാഞ്ച് പോയിന്റ് L2 ഉള്ളത്. 1.5 million kilometers ഫ്രം എർത്ത്. ഇറ്റ്സ് 6.5 meter സെഗ്മെന്റഡ് പ്രൈമറി മിറർ അലോസ് ഇറ്റ്സ് ടു സീ ഫെയിൻഡർ ആൻഡ് മോർ ഡിസ്റ്റൻസ് ഒബ്ജക്ട്സ് ദാൻ ഹബിൾ ടെലസ്കോപ്പ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സോ പ്ലാനറ്റ്സ് എന്താണ്? ഡെഫിനിഷൻ എന്താണ്? പ്ലാനറ്റ്സ് ദാറ്റ് ഓർബിറ്റ് സ്റ്റാർസ് ഔട്ട്സൈഡ് അവർ സോളാർ സിസ്റ്റം. ഫസ്റ്റ് കൺഫേംഡ് ഡിറ്റക്ഷൻസ് അറൌണ്ട് മെയിൻ സീക്വൻസ് സ്റ്റാർ വാസ് ഇൻ 1995 ആദ്യമായിട്ട് നമ്മളൊരു എക്സോ പ്ലാനറ്റിനെ ഡിസ്കവർ ചെയ്യുന്നത്. ഡിസ്കവറി മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ പ്രൈമറിലി ത്രൂ ട്രാൻസിറ്റ് ഫോട്ടോമെട്രി, ഒബ്സർവിംഗ് ഡിപ്സ് ഇൻ എ സ്റ്റാർസ് ബ്രൈറ്റ്നസ് as a planet passes, and Doppler spectroscopy measuring the wobble of a star caused by planet's gravity. ഇനി ബയോസിഗ്നേച്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എനി ക്യാരക്ടറിസ്റ്റിക് എലമെന്റ്, മോളിക്യൂൾ, സബ്സ്റ്റൻസ് ഓർ ഫീച്ചർ ദാറ്റ് പ്രൊവൈഡ് സയന്റിഫിക് എവിഡൻസ് ഓർ past or present life. It must be something that cannot be produced by non biological processes. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഫോട്ടോസിന്തസിസ്, ഓർഗാനിക് മോളിക്യൂൾസ്, സെല്ലുലാർ സ്ട്രക്ചേഴ്സ്, ഐസോടോപിക് റേഷ്യോസ് ആൾട്ടേർഡ് ബൈ ലൈഫ്, ആൻഡ് ഈവൻ ലാർജ് സ്കെയിൽ ഫീച്ചേഴ്സ് പൊട്ടൻഷ്യലി ക്രിയേറ്റഡ് ബൈ ലൈഫ്. ഇതൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കെമിക്കൽ ട്രേസേഴ്സ് ഓഫ് ലൈഫ്. അതിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് മോളിക്യൂൾസ് ഓർ കെമിക്കൽ കോമ്പൗണ്ട്സ് whose presence or abundance could indicate biological activity. These can be direct products of life or a result from life's interaction with its environment. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് എക്സെട്ര. അതുപോലെ തന്നെ ഐസോടോപിക് റേഷ്യോസ് ഓഫ് എലമെന്റ്സ്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് സൾഫർ ദാറ്റ് ആർ പ്രിഫറൻഷ്യലി യൂസ്ഡ് ഓർ ആൾട്ടേർഡ് ബൈ ബയോളജിക്കൽ പ്രോസസ്സസ്, ആൻഡ് ദ പ്രസൻസ് ഓഫ് certain gases in planet's atmosphere in unexpected concentrations. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 സയൻസ് ആൻഡ് ടെക്കിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? സ്പേസ് റിസർച്ച് ആൻഡ് എക്സ്പ്ലോറേഷൻ, എമർജിംഗ് ടെക്നോളജീസ് ഇൻ ആസ്ട്രോണമി, എത്തിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ഡയമെൻഷൻസ് ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഡിറ്റക്ഷൻ ആൻഡ് ഇന്ത്യസ് ടേക്ക് ഇൻ സ്പേസ് റിസർച്ച് ഇൻ ഗ്ലോബൽ കണ്ടക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തൊരു ന്യൂസ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ന്യൂസാണ്. മാർക്കിംഗ് പ്രൈമറി ഹെൽത്ത് കെയർ വിസിബിൾ, ആക്സസിബിൾ ആൻഡ് അഫോർഡബിൾ. ഇവോൾവിംഗ് പബ്ലിക് ഹെൽത്ത് ചാലഞ്ചസ് ആൻഡ് ആയുഷ്മാൻ ഭാരതിന്റെ റെസ്പോൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മോഡേൺ ഹെൽത്ത് ത്രെറ്റ്സ് ലൈക്ക് NCDs, AMR, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് സൂണോട്ടിക് ഡിസീസസ് ഡിമാൻഡ് എ കോംപ്രഹെൻസീവ് people-centric health systems. India's Ayushman Bharat scheme through PMJ, Ayushman Arogya Mandiras, അതായത് HWCs and PM ABHIM aims to expand access, reduce catastrophic health expenditure and improve primary health infrastructure. അതായത് ആയുഷ്മാൻ ഭാരത് മിഷന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയറിൽ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ. സിസ്റ്റമിക് ഗ്യാപ്സ്, ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. Despite vast coverage, trust deficit, user dissatisfaction and inconsistent quality hinder public health care. Adoption of national quality assurance standards aligned with global benchmarks is crucial to building confidence and ensuring high quality responsive care. അതായത് നമ്മൾ ഇപ്പോഴും ആൾക്കാർക്ക് എന്ത് വന്നിട്ടില്ല, പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിനോടൊരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ട്രസ്റ്റ് വന്നിട്ടില്ല. അപ്പം ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേരിയസ് സെക്ടേഴ്സിൽ നമ്മൾ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വേ ഫോർവേഡ് നോക്കുവാണെങ്കിൽ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതുമായ സിസ്റ്റംസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇന്ത്യ മസ്റ്റ് മൂവ് ഓൺ ഫ്രം ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ്ഡ് ടു ഔട്ട്കം ഫോക്കസ്ഡ് ഹെൽത്ത് സിസ്റ്റംസ്, എംഫസൈസിങ് ട്രസ്റ്റ്, കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആൻഡ് യൂസർ എക്സ്പീരിയൻസ്, കീ ടു അച്ചീവിംഗ് SDG 2030 ടാർഗറ്റ്സ് ആൻഡ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, ആയുഷ്മാൻ ഭാരത് മിഷനാണ്. ഇതൊരു അംബ്രല്ല സ്കീമാണ്, ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എയിമിംഗ് ടു അഡ്രസ് ഹെൽത്ത് കെയർ ഹോളിസ്റ്റിസിറ്റി encompassing both primary and tertiary care. ഇതിന് രണ്ട് കോമ്പോണൻസ് ഉണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസ് കെയർ സെന്റേഴ്സ്, ഫോക്കസ് ഓൺ പ്രൈമറി ഹെൽത്ത് കെയർ, ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് പ്രിവെൻഷൻ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഫോക്കസ് ഓൺ പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഹെൽത്ത് കെയർ.
ഇനി അടുത്തൊരു പോയിന്റ് PMJ ആണ്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. പ്രൊവൈഡ്സ് ക്യാഷ്ലെസ് ആക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഫോർ എലിജിബിൾ ബെനിഫിഷ്യറീസ്. പ്രൈമറിലി എന്താണ്, ബോട്ടം 40% ഓഫ് ദ പോപ്പുലേഷൻ. ഇതിന്റെ കവറേജ് നോക്കുവാണെങ്കിൽ ഹെൽത്ത് കവർ ഓവർ 5 lakh പെർ ഫാമിലി പെർ ഇയർ ഫോർ സെക്കൻഡറി ആൻഡ് ടെർഷറി ഹോസ്പിറ്റലൈസേഷൻ. ഇംപ്ലിമെന്റ് ചെയ്യുന്ന ജോയിന്റ്ലി ഫണ്ടഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ത്രൂ പാനൽഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഇനി അടുത്തെയാണ് AAM അല്ലെങ്കിൽ ആയുഷ്മാൻ ആപ്കെ ദ്വാർ 2.0. ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവ് ആണ്. ക്യാമ്പയിൻ അണ്ടർ ആയുഷ്മാൻ ഭാരത് ടു റീച്ച് ഔട്ട് ടു എലിജിബിൾ ബെനിഫിഷ്യറീസ് ആൻഡ് രജിസ്റ്റർ ദം ഫോർ ദ PMJ സ്കീം. ഇതിന്റെ ഗോൾ നോക്കുകയാണെങ്കിൽ ടു ഇൻക്രീസ് അവയർനെസ് അബൌട്ട് PMJ ആൻഡ് എൻഷുർ ദാറ്റ് എലിജിബിൾ ഇൻഡിവിജ്വൽസ് റിസീവ് ദെയർ ആയുഷ്മാൻ കാർഡ്സ് ഫെസിലിറ്റേറ്റിംഗ് ആക്സസ് ടു ഹെൽത്ത് കെയർ സർവീസസ്. ഫോക്കസ് നോക്കുകയാണെങ്കിൽ പ്രൊആക്റ്റീവ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബെനിഫിഷ്യറീസ് എസ്പെഷ്യലി ഇൻ റിമോട്ട് ആൻഡ് അണ്ടർ സെർവ്ഡ് ഏരിയാസ്. ഇനി മറ്റൊരു പോയിന്റ് ആണ് PM ABIM, പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ. ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തനിങ് മിഷൻ ആണ്. എയിംസ് ടു ഡെവലപ്പ് ആൻഡ് സ്ട്രെങ്തൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ across the countries, expanding primary health care facility, establishing critical care blocks in hospitals, strengthening surveillance systems for pandemics and promoting research and innovation in health. ഇനി അടുത്തെയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ. ബ്രോഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ് ആണ്. 2005 ലോഞ്ച് ചെയ്തതാണ്. എയിംസ് ടു പ്രൊവൈഡ് ആക്സസിബിൾ, അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ ടു ഓൾ, എസ്പെഷ്യലി ടു ദ വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻസ്. ഇതിന്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് നോക്കുകയാണെങ്കിൽ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആൻഡ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, അഡ്രസ്സിംഗ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് റൂറൽ ആൻഡ് അർബൻ പോപ്പുലേഷൻസ് റെസ്പെക്റ്റീവ്ലി. ഇനി മറ്റൊന്നാണ് NQAS അല്ലെങ്കിൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റി ഫ്രെയിംവർക്ക് ആണ്. സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ടു അസസ് ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് ഇൻ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ്. ഇതിന്റെ ഫോക്കസ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് റൈറ്റ്സ്, സർവീസ് പ്രൊവിഷൻ, ഇൻപുട്സ്, സപ്പോർട്ട് സർവീസസ്, ക്ലിനിക്കൽ കെയർ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് ഔട്ട്കം. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്ന്, GS പേപ്പർ 2 ഗവേണൻസ് ആൻഡ് ഹെൽത്തില് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഇൻ ഹെൽത്ത് സെക്ടർ, പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ട്രസ്റ്റ് ഇൻ ഗവേണൻസ്, SDG 3 ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്, റോൾ ഓഫ് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് കെയർ. GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്കില് എമർജിംഗ് ഹെൽത്ത് കെയർ ചലഞ്ചസ്, AMR NCDs, ഹെൽത്ത് ആസ് എ കോമ്പോണന്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം. ഗുഡ് ബൈ.